നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് കൈമാറാതിരുന്നതിൽ റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം 9-ാം തീയതി ഇറക്കിയിരുന്നു. പക്ഷേ കേസിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നൽകിയിരുന്നില്ല. റിപ്പോർട്ട് വൈകിയതിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ CBI അന്വേഷണം വൈകിപ്പിച്ചതിൽ ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. CBIക്ക് കേസ് സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. ആഭ്യന്തര വകുപ്പിലെ സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. രേഖകൾ കൈമാറാൻ വൈകിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്റിൻ്റെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മ ഷഹാനത്തിൻ്റെയും ബന്ധുക്കളുടെയും മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഇയാളുടെ അമ്മയുൾപ്പെടെയുള്ളവർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നറിയാനാണ് പോലീസ് കുട്ടിയുടെ അമ്മയുൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നത്. അതേസമയം സ്വമേധയാ കേസെടുക്കുന്നതിനായി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി തേടാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നിർദ്ദേശം നൽകി. സംഭവം കോടതിയെ വേദനിപ്പിക്കുന്നുവെന്നും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടന്നുവെന്നത് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നിരീക്ഷിച്ചു. കേരളത്തിൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TN സരസുവിനെ ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആരോഗ്യം അനുവദിച്ചാൽ പത്തനംതിട്ടയിലെത്തുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നാണ് മത്സരിക്കുന്നത്. മകനെതിരെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ആന്റണിക്ക് വേണ്ടിയാണ് ആന്റണി പത്തനംതിട്ടയിലെത്തുക. കോൺഗ്രസിന് ഇത് ഡു ഓർ ഡൈ ഇലക്ഷനാണെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി പിൻവലിക്കുമെന്നും AK ആന്റണി പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം നഷ്ടമാകുമെന്ന് ഉറപ്പാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഇന്ത്യക്കായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നും ഇത്രയും ഗതികെട്ട ഭരണം നടത്തിയിട്ടും എങ്ങനെ ഇടതുപക്ഷത്തിന് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ മനസ്സ് വരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ കൽപ്പറ്റയിലെത്തിയ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K സുരേന്ദ്രന് ഗംഭീര സ്വീകരണം നൽകി BJP പ്രവർത്തകർ. രാഹുൽ ഗാന്ധിക്ക് യാത്രയയൽപ്പ് നൽകി സന്തോഷത്തോടെ തിരിച്ചയക്കാനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ആദിവാസി നേതാവ് CK ജാനുവും സുരേന്ദ്രനോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. തനിക്ക് വയനാടിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയാമെന്നും ആവശ്യമായ എല്ലാ നടപടികളും താൻ സ്വീകരിക്കുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. തൊഴിൽ വകുപ്പ് ബിൽഡിംഗ് സൈറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 300ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് നിയമം, കരാർ തൊഴിലാളി നിയമം, മിനിമം വേജസ് ആക്ട് എന്നീ തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും കമ്മീഷണർ അറിയിച്ചു. മസാല ബോണ്ട് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ED നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും അധികാരികളെയും വെല്ലുവിളിക്കുന്നുവെന്നും അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ ഐസക്കിൻ്റെ മൊഴിയെടുക്കണമെന്നും ED കോടതിയിൽ. അതോടൊപ്പം മസാല ബോണ്ട് ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട വ്യക്തികളുടെ മൊഴിയെടുക്കുന്നത് പ്രധാനമാണെന്നും ED വ്യക്തമാക്കി. പൗരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ പോരാടുന്നതെന്ന് തോമസ് ഐസക്. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിൻ്റെ മൊഴിയെടുക്കണമെന്ന് ED ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ പ്രതികരണവുമായി എത്തിയതാണ് തോമസ് ഐസക്. താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇവർ പറയട്ടെ എന്നും തന്നെ വിരട്ടാൻ നോക്കണ്ടെന്നും നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെതിരെ ഡീൻ കുര്യാക്കോസ് വക്കീൽ നോട്ടീസ് അയച്ചു. ജോയ്സ് ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഡീൻ വോട്ട് ചെയ്തു എന്നാരോപിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഡീൻ കുര്യാക്കോസ് വക്കീൽ നോട്ടീസ് അയച്ചത്.
മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതെന്ന് വി.ഡി. സതീശൻ. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നത്. CAA വിരുദ്ധ സമരത്തിലെ ഒട്ടുമിക്ക കേസുകളും ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. പറയുന്നതിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടെന്നും BJPയെ പോലെ തലയിൽ ചെളിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നും കെ. സുധാകരൻ. പണമില്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകുമെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ അവർ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ പാർട്ടിക്കില്ലെന്നും താനിപ്പോഴും നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. മുന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം വേണമോ എന്ന് പരിശോധിക്കും. 14 വർഷമായി കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി മുന്നോട്ട് പോകുന്നില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. വീഴ്ച വിശദീകരിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം വെള്ളയാട് സ്വദേശിയ സീനിയർ റെസിഡൻസ് ഡോക്ടർ അഭിരാമിയാണ് മരിച്ചത്. അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണെന്ന് അപകട മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.